വിശദാംശങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ്. തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം ആലുവ സ്വദേശി കുഞ്ഞുമോനെതിരെ കേസെടുത്തു. ഇന്നലെ പിടിച്ചെടുത്ത തോക്ക് വാഗമൺ സിമി ക്യാമ്പിൽ ഉപയോഗിച്ചതാണെന്ന് സംശയമുണ്ട്. കൈവെട്ട് കേസിൽ മുഖ്യപ്രതികളെന്ന് സംശയിക്കുന്ന 3 പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണത്തിന്റെ ചുമതല ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജിന് കൈമാറി. പോപ്പുലർ ഫ്രണ്ട് നേതാവ് കുഞ്ഞുമോന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സീഡികളും ലഘുലേഖകളും കണ്ടെത്തിയിരുന്നു. ഇത് പരിശോധിച്ചപ്പോഴാണ് അൽ-ഖ്വയ്ദയുടെയും താലിബാന്റെയും പരിശീലന പ്രചാരണ സീഡികളാണ് ഇതെന്ന് ബോധ്യപ്പെട്ടത്. താലിബാന്റെ ക്രൂരമായ ശിക്ഷാരീതി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഇതേ തുടർന്നാണ് തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം പോലീസ് കേസെടുത്തത്. കൈവെട്ട് സംഭവത്തിന് പിന്നാലെ കുഞ്ഞുമോൻ ഒളിവിലാണ്. ആലുവ സ്വദേശിയായ അയൂബിന്റെ വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത്. ആയുധ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്ക് സിമി ബന്ധം ഉണ്ടായിരുന്നതായി സംശയിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത തോക്ക് വാഗമൺ സിമി പരിശീലന ക്യാമ്പിൽ ഉപയോഗിച്ചതാണെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. സിമി ക്യാമ്പ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തോക്ക് പരിശോധിക്കാനാണ് തീരുമാനം. ഇതിന് ആയുധ വിദഗ്ധരുടെ സഹായവും തേടിയിട്ടുണ്ട്. അയൂബും ഇപ്പോൾ ഒളിവിലാണ്. കേസിലെ മുഖ്യപ്രതികളെന്ന് സംശയിക്കുന്ന 3 പേർക്കെതിരെ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കോതമംഗലം സ്വദേശി അലി, യൂനസ്, ആലുവ സ്വദേശി നാസർ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ്. ഇതിനിടെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് DYSP PN ഉണ്ണിരാജിന് കൈമാറി. അന്വേഷണ സംഘത്തെയും വിപുലീകരിച്ചിട്ടുണ്ട്. തൊടുപുഴ, ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി.